മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MES കൊപ്പം യൂണിറ്റിന്റെയും സിജിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ പാത്വേ ശില്പശാല സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ RTO CU മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. MES കൊപ്പം യൂണിറ്റിന്റെയും സിജിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ പാത്വേ ശില്പശാല സംഘടിപ്പിച്ചു. പട്ടാമ്പി ആമിയൂർ MES കോളേജിൽ വെച്ച് നടന്ന ശില്പശാല പാലക്കാട് ജില്ലാ RTO CU മുജീബ് ഉദ്ഘാടനം ചെയ്തു. 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദു പതിയിൽ ആമുഖ പ്രഭാഷണം നടത്തി. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ P ഷാജു മുഖ്യാതിഥിയായി പങ്കെടുത്തു. CA യുനൈസ് VP സെയ്ദ് മുഹമ്മദ്, ഹംസ കെ സെയ്ദ്, ഡോക്ടർ മുസ്തഫ, AC ഖാലിദ്, ഡോക്ടർ അബ്ദുൽ ഗഫൂർ, C യൂസുഫ് അലി, KP നാസർ, C റഷീദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു ഡ്രോബാക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അബ്സോർവ് ചെയ്തിട്ട് അതിന്റെ പേരിൽ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, കുറെ മുറിവൈദ്യന്മാരെ ഞാൻ ഡോക്ടറാണെന്നുള്ള രീതിയിൽ അവർ ഡോക്ടറിനെ പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അവര് ഇന്ന അസുഖം വന്നാൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞേക്കാം. അതിനല്ല ഓതന്റിസിറ്റിയോ ഒന്നും ഉണ്ടോ എന്ന് നമുക്കറിയില്ല, നമ്മളത് കേട്ട് വിശ്വസിക്കും. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് നല്ലൊരു അനുഭവമുള്ളൊരു കാര്യമുണ്ട്. ഏതൊരു പയ്യനുണ്ട്, അവന് ടാക്സിന്റെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയും. ഇത് കേട്ടിട്ട് ഒരു ക്ലൈന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അയാൾക്ക് വന്ന പെനാൾട്ടി കണ്ടിട്ട് അയാൾ ഞെട്ടിയിട്ടിൻ്റെ അടുത്ത് വന്നു നോക്കുമ്പോഴാണ് അത് ആ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഡിസിഷനാണ് അയാൾ എടുത്തിട്ടുള്ളത്. അത്രയും വെറും ബ്ലണ്ടറായ ഡിസിഷനായിരുന്നു. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് പേഴ്സണിന് ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കരിയറിനെ കുറിച്ചിട്ട് നമുക്ക് ഭാവിയിൽ എന്താവണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള ഓതന്റിക് ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന ക്ലാസ്സുകളിൽ അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു. 10ാം ക്ലാസ് വരെ +2 കഴിയുമ്പോൾ ഏത് കോഴ്സിന് പോകണമെന്നുള്ള തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത് ഞാനൊന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ ഇന്ന കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ ലൈഫിൽ ഇന്നതാവണമെന്ന് തീരുമാനിച്ചാൽ രണ്ടാമത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അത് നേടിയ ആൾക്കാർ ഈ ലോകത്ത് ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. നമ്മളെല്ലാം ആദ്യമായിട്ട് ആ കോഴ്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡോക്ടർ ആവണമെന്നാണെങ്കിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് CA കാരനാണെന്നാണെങ്കിൽ CA പാസ്സായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. CG സീനിയർ കരിയർ അഡ്വൈസർ അൻസാർ മുട്ടഞ്ചേരി ക്ലാസ് നയിച്ചു. AT മുസ്തഫ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. അല്ല, അവൾ എത്തിയില്ലേ? ഓൺ ദി വേ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? നറുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.